നമുക്കിന്നൊരു സ്പെഷ്യൽ ചമ്മന്തി ആയാലോ. അപ്പോൾ ആദ്യമേ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നമ്മുടെ വറ്റൽ മുളക് ഒരു 8 വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഐറ്റം വഴുതനങ്ങയാണ്. വഴുതനങ്ങ അത്യാവശ്യം കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 12 ചുവന്നുള്ളി 5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളികൾ നന്നായിട്ട് വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിൽ ഇനി ഉള്ളിക്ക് പകരം സവോള ചേർത്ത് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റിയിട്ടുള്ള മുളകിനെ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് അതിലേക്ക് 2 ചീനമുളകും ഒരു 1.5 ടീസ്പൂൺ പുളിയുള്ള തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചീനമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വറവും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും വറുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി. വഴുതനങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.